ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിലെ കുറച്ച് വിശേഷപ്പെട്ട അതിഥികളെയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാ നോക്കിയേ, എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ. നല്ല ഹെൽത്തി ആയിട്ട് ചെറിയൊരു പോട്ടിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ദിവസവും ഇത് കെയർ ചെയ്യുന്നുണ്ടെന്നല്ലേ. ഇല്ല കേട്ടോ, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ഇതിന് വെള്ളം കൊടുക്കാറുള്ളൂ. നമ്മൾക്ക് പലർക്കും ഇതേപോലെ ചെടികൾ ബാൽക്കണിയിൽ വെക്കാനും വീടിനകത്ത് വെക്കാനൊക്കെ ആഗ്രഹമുണ്ടാകുമല്ലേ. പക്ഷേ ചീത്തയായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് പലരും ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ മടിക്കുന്നത്. എന്നാൽ ഒട്ടും തന്നെ ചെലവില്ലാണ്ട് അധികം വെയിലൊന്നും കിട്ടാതെ തന്നെ നമ്മളുടെ ചെടികളെ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പരിചരിക്കാൻ സാധിക്കും. അതെ, വെയിലത്ത് വെച്ചാൽ കരിഞ്ഞു പോകുന്ന എന്താ തണൽ മാത്രം ഇഷ്ടപ്പെടുന്ന എൻ്റെ ഗാർഡനിങ്ങിലെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ചില പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻഡോർ ആയിട്ടും വീടിൻ്റെ വരാന്തയിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. തണലത്ത് വെക്കുന്ന ചെടികൾ സാധാരണ നമ്മൾ മറ്റുള്ള ചെടികൾക്ക് വെള്ളം കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അതേപോലെ തന്നെ ഈ ചെടികൾക്ക് കൊടുക്കേണ്ട മണ്ണ് വ്യത്യസ്തമാണ്. അതേപോലെ എങ്ങനെയാണ് പരിചരണം കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള തുടക്കക്കാർക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണേ. അതേപോലെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ പല കളറിൽ പല ഷെയ്ഡിൽ ഇതേപോലെ അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ടല്ലേ. എന്തു ഭംഗിയാ കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇതേപോലെ റെഡും പിങ്കും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ കൂടുതൽ. സാധാരണ എല്ലാവരും പറയുമല്ലേ പൂക്കളെ കാണാനാണ് ഭംഗിയെന്ന്. പക്ഷേ പൂക്കളെ തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ള ഇലച്ചെടികളാണ് ഇവർ. അപ്പൊ ദാ ഈ ഒരു പ്ലാന്റ് നോക്കിയേ, എന്തു ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഗ്രീനും റെഡും വൈറ്റും ചേർന്നൊരു കോമ്പിനേഷനാണ്. ഞാൻ സ്ഥിരമായിട്ട് അകത്ത് വെക്കാറുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. ഈ അഗ്ലോണിമയിൽ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. തുടക്കക്കാർക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ പ്ലാന്റ്സ്. ഈ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത് വേരിൽ നിന്നാണെങ്കിലും തണ്ടിൽ നിന്നാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. വെള്ളത്തിലാണെങ്കിൽ പോലും നമുക്ക് ഈ അഗ്ലോണിമ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെയിലടിച്ചാൽ ദാ ഇതേപോലെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് അകത്ത് നല്ല ഭംഗിയോടെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് അഗ്ലോണിമ പ്ലാന്റ്സ്. ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയോടെ ഇരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല കേട്ടോ, എല്ലാ ദിവസവും വെള്ളം കൊടുക്കണ്ട എന്നുള്ളത് തന്നെയാണ്. ഈ അഗ്ലോണിമ നല്ല രീതിയിലൊക്കെ വളർന്നൊന്ന് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും വെളുത്ത കളറിലെ പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണാം. എന്നാൽ ഇത് പൂക്കളല്ല കേട്ടോ. അഗ്ലോണിമ എന്ന് പറയുന്നത് ശരിക്കും ഇലച്ചെടി തന്നെയാണ്. ആ പൂക്കൾ അവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചെടിയുടെ എനർജിയൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെടാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ മുട്ടുണ്ടായി പൂവാവുന്നതിന് മുന്നേ തന്നെ നമുക്കതങ്ങോട്ട് നുള്ളിക്കളഞ്ഞേക്കാം. അതേപോലെ തന്നെ അഗ്ലോണിമയിൽ മഞ്ഞ കളർ വരുന്നത് ചെടിയിൽ വെള്ളം കൂടുതൽ ഒഴിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അതേപോലെ ഇലകൾ എന്തെങ്കിലും ചീത്തയായത് കാണുകയാണെങ്കിൽ കൈയോടെ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇലകളിലേക്കും കൂടി അത് വ്യാപിക്കും. ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളം കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ അഗ്ലോണിമയ്ക്ക്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നാസ സാക്ഷ്യപ്പെടുത്തിയ എയർ പ്യൂരിഫയിങ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മളുടെ അഗ്ലോണിമ. അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അകത്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ്. ഇനി എൻ്റെ ലിസ്റ്റിൽ രണ്ടാമത്തെ ചെടിയാണ് ഈ CC പ്ലാന്റ്. ഇതാ നോക്കിയേ, ഇതിൻ്റെ ഇലകൾക്കൊക്കെ എന്ത് ഭംഗിയാണെന്ന്. നമ്മൾ വല്ലപ്പോഴും ഒന്ന് വെള്ളമൊഴിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതേപോലെ ഇലയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങോട് തന്നെ ഈ ഒരു ചെടി അങ്ങനെ നിൽക്കും. ഒറ്റ നോട്ടത്തിൽ പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുകയുള്ളൂ. വെളിച്ചം വളരെ കുറവുള്ള ഇരുട്ടുള്ള മുറിയിൽ പോലും ഈ ഒരു ചെടി നന്നായിട്ട് വളരും കേട്ടോ. ഇതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ ഒരു ചെടിയുടെ അടിയിൽ കിഴങ്ങുകളുണ്ട് കേട്ടോ. ബൾബ് എന്നാണ് പറയുന്നത്. അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുണ്ട്.
ഞാൻ നോക്കിയേ എൻ്റെ ഈ ഒരു ചെടി എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടോ. ഇവിടെ ചെറിയൊരു വെട്ടത്തിൽ പോലും ഈ ഒരു ചെടി നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലോ ഒരിക്കലൊക്കെ വെള്ളം കൊടുത്താൽ മതിയേ. കാരണം ഇതിന് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. ഡെയിലി നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി അങ്ങനെ തന്നെ നശിച്ചു പോകും കേട്ടോ. നമ്മളുടെ കൂട്ടത്തിൽ ചെടിയൊക്കെ വളർത്താൻ മടിയുള്ളവർക്കുണ്ടെങ്കിൽ ഈ ഒരു ചെടി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. കാരണം വല്ലപ്പോഴൊന്ന് കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊന്നും ചീത്തയായി പോവുകയുമില്ല. ഈ ഒരു CC പ്ലാന്റിൽ തന്നെ ഒരു VIP കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് ലീഫോട് കൂടിയത്. എൻ്റെ അടുത്ത് ആ ഒരു പ്ലാന്റ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചെടിയെ നമുക്ക് എത്ര വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഗ്രോത്ത് വളരെ കുറവാണ്. അതായത് ഒരു ചെറിയ ലീഫിൽ നിന്ന് പോലും നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ അടിയിലുള്ള കിഴങ്ങ് പല പീസസ് ആക്കി മുറിച്ചും നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. വളർന്നു വരാനായിട്ട് ഒരുപാട് സമയം പിടിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഞാനിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ നല്ല വെയിൽ കൊള്ളുന്നിടത്തല്ല, നമ്മളുടെ വരാന്തയിലൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പൊടി പിടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് കുറച്ച് വെള്ളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ മുക്കി തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയോടുകൂടി ഈ ഒരു ലീഫ് അങ്ങനെ തന്നെ നിൽക്കോട്ടോ. ഈ ഒരു ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത് തന്നെ തിളക്കമുള്ള ഈ ഒരു ലീഫ് തന്നെയാണ്. ഐശ്വര്യം കൂടാനും ഈ ഒരു പ്ലാന്റ് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. 3ാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മിക്കവരുടെയും വീട്ടിലുണ്ടാവുന്ന ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരു 4 വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇത് ഭംഗി മാത്രമല്ല നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയാണ് കേട്ടോ. നമ്മളുടെ ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിനും നമ്മൾ CC പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വെള്ളം അധികം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും അത് അങ്ങനെ നിന്നോളും. അതേപോലെ വെറുതെ കൊണ്ടുപോയി നമ്മൾ എവിടെയെങ്കിലും കട്ട് ചെയ്ത് ഇതിൻ്റെ ലീഫ് ഇട്ടാൽ പോലും അവിടെ നിന്ന് പോലും നമുക്ക് പുതിയ തൈകൾ കിളിർത്ത് വരും കേട്ടോ. രാത്രിയിൽ ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന വളരെ ചുരുക്കം ചെടികളിൽ ഒന്നാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റിന് മറ്റൊരു രസകരമായ പേര് കൂടി ഉണ്ട് കേട്ടോ. മദർ ഇൻ ലോസ് തങ്ക് അഥവാ അമ്മായിയമ്മയുടെ നാക്ക്. ഇതിൻ്റെ ഇലകൾ ഇതേപോലെ കൂർത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പേര് വന്നിരിക്കുന്നത്. കണ്ടോ, എൻ്റെ അടുത്ത് ഇങ്ങനെ 4 വെറൈറ്റി ആണ് കേട്ടോ ഉള്ളത്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, നല്ലൊരു അധികം പൊക്കം വെക്കാത്ത അന്ന് താമരയൊക്കെ വിരിഞ്ഞിരിക്കുന്ന പോലെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെയും ഇലകൾക്ക് ഭയങ്കര കട്ടിയുള്ളത് കൊണ്ട് തന്നെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. CC പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇലയിൽ നിന്ന് പോലും പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇൻഡോറും ഔട്ട്ഡോറും വളരെ മനോഹരമായി തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു ചെടി കൂടിയാണ്. 4ാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മണി പ്ലാന്റ്. ഇത് കയ്യിലില്ലാത്തവർ വളരെ ചുരുക്കമാണ്. നമ്മൾ ഗാർഡനിങ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ആദ്യം നട്ടു തുടങ്ങുന്നത് ഈ ഒരു പ്ലാന്റ് ആണല്ലേ. എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാം കേട്ടോ. ഹാങ്ങിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ നല്ല ബുഷി ആയിട്ടോ അല്ലെങ്കിൽ കയറ് ചുറ്റിക്കൊടുത്തോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ നല്ല ഭംഗിയാക്കി തന്നെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇതേപോലെ കിച്ചൺ ഗ്രില്ലിൽ ഇതേപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ടും ഞാൻ വളർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് മൈൻഡാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ ഈ കാണുന്ന മണി പ്ലാന്റ് മാത്രമല്ല കേട്ടോ, മണി പ്ലാന്റിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വില കൂടിയതും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്തും ഒരു 4-5 വെറൈറ്റീസ് മണി പ്ലാന്റ് ഉണ്ട്. എങ്കിലും എനിക്ക് പേഴ്സണലി ഈ ഒരു നിയോൺ പോത്തോസാണ് ഇഷ്ടം. കാരണം അതിൻ്റെ ആ ഒരു കളർ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്കാണ് കേട്ടോ ആ ഒരു പ്ലാന്റിന്. ഇലകളിൽ വെള്ളയും പച്ചയും മിക്സ് ചെയ്ത് വരുന്ന മാർബിൾ ക്വീൻ, അതേപോലെ തന്നെ സാറ്റിൻ പോത്തോസ് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിൽ ഹാങ് ചെയ്തിടാനായിട്ട്. വെള്ളത്തിലിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഴ്ചയിൽ വെള്ളം മാറ്റി കൊടുക്കണം എന്ന് മാത്രമാണ് കേട്ടോ.
ഇതിൻ്റെ തലപ്പ് നുള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ 2-3 തണ്ടുകളൊക്കെ ആയിട്ട് അവിടെ നിന്ന് കിളിർത്ത് വരും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ബുഷിയായിട്ട് തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നീണ്ടു പോകുന്ന തണ്ടുകളുണ്ടല്ലോ, അതൊന്ന് ചുറ്റിക്കൊടുത്താലും മതി കേട്ടോ. നല്ലപോലെ ബുഷിയായിട്ട് തന്നെ നമുക്ക് മണി പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതല്ലാണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്നത്. എങ്കിലും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അലോവേറ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണല്ലേ. അതേപോലെ തന്നെ ഇൻഡോറായിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ. അതേപോലെ ഈ ഫിലോഡെൻഡ്രോൺ വെറൈറ്റി വളരെ നല്ലതാണ് ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ. അതിൻ്റെ ആ ഒരു ഇലയുടെ ഭംഗിയൊന്ന് നോക്കി. ആദ്യം വരുന്ന ലീഫിന് നല്ലൊരു പേർപ്പിൾ കളറാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി ലൈറ്റ് ആവും. പിന്നീട് നല്ല ഗ്രീനിലേക്ക് അത് മാറും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. എങ്കിലും ഒരുപാട് നാൾ നമുക്കിത് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഡെവിൾസ് ബാക്ക് ബോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ CC പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒട്ടും കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് വാങ്ങിക്കുന്നത്. എൻ്റെ അടുത്ത് ഇതിൻ്റെ 2 ഷെയ്ഡിലുള്ളതുണ്ട്. ഈ ഒരു ഫുൾ ഗ്രീനും ഇതിൻ്റെ കൂട്ടത്തിൽ വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ. 2 നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ ഈ ഒരു ഫിലോഡെൻഡ്രോൺ എന്തൊരു ഭംഗിയാണല്ലോ. ഇതിൻ്റെ ഒരു തളിരിലക്ക് നല്ലൊരു കളറാണ് കേട്ടോ. ഇതും നമ്മൾ ഇൻഡോറായിട്ട് വെക്കുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കക്കാർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.